നമസ്കാരം. ഡിറ്റക്ട്, ഡിലീറ്റ്, ഡീപോർട്ട് 3 ഡികളുമായി ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഗുണ്ടകളെ വിറപ്പിക്കുകയാണ്. ഇസ്ലാമിസ്റ്റുകളുടെ അഴിഞ്ഞാട്ടവും അവസാനിക്കുന്നു. ഒരു കാലത്ത് നാട് വിറപ്പിച്ച് നടന്ന ഗുണ്ടകളെ ഇന്ന് തെരുവിലൂടെ അർദ്ധനഗ്നരായി നടത്തിക്കുകയാണ് സർക്കാർ. ന്യൂസ് ഇൻ ഡെപ്ത് ഇന്ന് ചർച്ച ചെയ്യുന്നു BJP സർക്കാർ ബംഗാളിനെ ക്ലീൻ ആക്കുമ്പോൾ. നിങ്ങൾക്ക് ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിൽ മത്സരിക്കാൻ ധൈര്യമുണ്ടോ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മമതാ ബാനർജിയുടെ മരുമകൻ അഭിഷേക് ബാനർജി അമിത്ഷായെയും നരേന്ദ്രമോദിയെയും വെല്ലുവിളിച്ചത് ഇങ്ങനെയാണ്. അന്ന് തൃണമൂലിന്റെ കോട്ടയാണ് ഡയമണ്ട് ഹാർബർ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്ന് അഭിഷേക് ബാനർജി ജയിച്ചത് 7 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ്. അഭിഷേകിന് 10,48,230 വോട്ടുകൾ കിട്ടിയപ്പോൾ രണ്ടാം സ്ഥാനത്തെത്തിയ BJP സ്ഥാനാർത്ഥി അഭിജിത് ദാസിന് 3,37,300 വോട്ടുകൾ മാത്രമാണ് കിട്ടിയത്. പശ്ചിമ ബംഗാളിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തോടെയുള്ള റെക്കോർഡ് വിജയമായിരുന്നു ഇത്. വെറും 2 വർഷത്തിനുള്ളിൽ അതേ ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ തൃണമൂൽ കോട്ടയായ ഫാൽട്ട അസംബ്ലി സീറ്റിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 1 ലക്ഷം വോട്ടിനാണ് BJP ജയിച്ചത്. തൃണമൂൽ ഇവിടെ CPM-നും കോൺഗ്രസിനും പിന്നിൽ 4ാമതാണ്. നേരത്തെ CPM-ന് സംഭവിച്ചതുപോലെ അടിമുടി തകരുകയാണ് തൃണമൂൽ എന്ന സൂചനയാണ് ഇത് നൽകുന്നത്. ഇനി അഭിഷേകിന് പഴയ വെല്ലുവിളി ഉയർത്താൻ കഴിയില്ല. അടുത്ത തിരഞ്ഞെടുപ്പിൽ മമത തോറ്റ പോലെ അഭിഷേകിന്റെ പതനവും ഉറപ്പാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. തൃണമൂലിന്റെ ഹിന്ദു വോട്ടർമാർ BJP-യിലേക്കും മുസ്ലിം വോട്ട് ബാങ്ക് CPM-യിലേക്കും കോൺഗ്രസിലേക്കും തിരിച്ചു പോകുന്ന കാഴ്ചയ്ക്കാണ് ഇപ്പോൾ ബംഗാൾ സാക്ഷ്യം വഹിക്കുന്നത്. 30% മുസ്ലിം വോട്ടുള്ള ബംഗാളും അസമും സംഘപരിവാർ അനായാസം പിടിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. പരസ്യമായും രഹസ്യമായും ഇസ്ലാമിസ്റ്റുകളെ താലോലിക്കുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇതേ അവസ്ഥ കേരളത്തിലും ആവർത്തിക്കാനിടയുണ്ടെന്ന് പല സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളും ചൂണ്ടിക്കാട്ടുന്നു. ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ഫാൽട്ട തൃണമൂൽ തകർച്ചയുടെ യഥാർത്ഥ ചിത്രം വ്യക്തമാക്കുന്നതാണ്. BJP-ക്ക് വലിയ വിജയമാണ് ഇവിടെ കിട്ടിയത്. BJP സ്ഥാനാർത്ഥി ദേബാഷു പാണ്ഡെ 1.09 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇവിടെ വിജയം സ്വന്തമാക്കി. തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്ന ഈ മണ്ഡലത്തിൽ പാർട്ടി 4ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. TMC സ്ഥാനാർത്ഥി മത്സര രംഗത്ത് നിന്ന് പിന്മാറുകയും ചെയ്തിരുന്നു. BJP സ്ഥാനാർത്ഥി ദേബാംശു പാണ്ഡെ 1,49,666 വോട്ടുകൾ നേടി വിജയിച്ചപ്പോൾ 40,645 വോട്ടുമായി CPM-ന്റെ ശംഭുനാഥ് കുർമി രണ്ടാമതെത്തി. കോൺഗ്രസ് ആണ് 3ാമത്. 10,084 വോട്ടുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി അബ്ദുൾ റസാഖ് മുല്ലപ്പെട്ടിയിലെത്തിച്ചു. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ 7,756 വോട്ടുകളുമായി 4ാം സ്ഥാനത്തായി. ഏപ്രിൽ 29 നടന്ന വോട്ടെടുപ്പിലെ ക്രമക്കേടുകളെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ച് മെയ് 21 ഫാൽട്ടയിൽ പുനർതെരഞ്ഞെടുപ്പ് നടന്നത്. ഏപ്രിൽ 29 നടന്ന വോട്ടെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയുടെ പേര് വോട്ടിംഗ് മെഷീനിൽ നിന്ന് സെല്ലോ ടേപ്പ് പൊട്ടിച്ച് മറിച്ചതിനെ തുടർന്നാണ് ഇവിടുത്തെ ഇലക്ഷൻ മാറ്റിവെച്ചത്. അന്ന് അജ്പാൽ ശർമ്മ എന്ന തെരഞ്ഞെടുപ്പ് ചുമതലകൾക്ക് നിയോഗിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനെ ഇവിടുത്തെ സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ പരിഹസിച്ചതും വാർത്തയായിരുന്നു. താൻ പുഷ്പയാണെന്നാണ് അയാൾ സ്വയം പ്രഖ്യാപിച്ചത്. മമതയുടെ മരുമകൻ അഭിഷേക് ബാനർജിയുടെ കോട്ടയായിരുന്നു ഇവിടം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അസംബ്ലി സീറ്റിൽ നിന്ന് TMC 90% വോട്ടുകളാണ് നേടിയത്. 34% മുസ്ലിങ്ങളും 64% ഹിന്ദുക്കളുമുള്ള പ്രദേശമാണ് ഇവിടം. മെയ് 24 വോട്ടെണ്ണിയപ്പോൾ CPM രണ്ടാമതായിരുന്നു. പാർട്ടി സ്ഥാനാർത്ഥി ശംഭുനാഥ് കുർമി 40,645 വോട്ടുകൾ നേടി. തൃണമൂൽ മത്സര രംഗത്തില്ല എന്ന് പറഞ്ഞെങ്കിലും ഇതൊരു കൃത്യമായ സൂചനയാണെന്ന് ഇലക്ഷൻ വിദഗ്ധർ വിലയിരുത്തുന്നു. 25% മുസ്ലിങ്ങൾ ഇടതുപക്ഷത്തിലേക്കും കോൺഗ്രസിലേക്കും മാറി. 90% ഹിന്ദുക്കൾ BJP-ക്ക് വോട്ട് ചെയ്തു. തൃണമൂൽ അണികളുടെ വോട്ട് നോട്ടയ്ക്കല്ല പോയത്. അത് കുറെ BJP-യിലേക്കും പിന്നെ CPM-യിലേക്കും പിന്നെ കോൺഗ്രസിലേക്കും പോയി. ഇത് തന്നെയാണ് മമതയെ ഭയപ്പെടുത്തുന്നത്. 33 വർഷം അധികാരത്തിലിരുന്ന ശേഷം കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ കമ്പോട് കമ്പ് തകർന്ന CPM-ന്റെ അതേ അവസ്ഥയാകും തൃണമൂലിനെയും ബംഗാളിൽ കാത്തിരിക്കുകയെന്നാണ് വിലയിരുത്തൽ. ബംഗാളിൽ മുഖ്യ പ്രതിപക്ഷമായി CPM-ഉം കോൺഗ്രസ് മാറാനും സാധ്യതയുണ്ട്. നേരത്തെ ബംഗാളിൽ മമതയുടെ മണ്ഡലമായ ഭവാനിപൂരിൽ അടക്കം തൃണമൂലിന് വലിയ തോതിലുള്ള വോട്ടിടിവുണ്ടായിരുന്നു. ഭവാനിപൂരിൽ മമത BJP-യുടെ സുവേന്ദു അധികാരിയോട് 15,105 വോട്ടുകളുടെ മാർജിനിലാണ് തോറ്റത്. മമതാ ബാനർജിയുടെ ഔദ്യോഗിക വസതി സ്ഥിതി ചെയ്യുന്ന കാളിഘട്ട് ഉൾപ്പെടുന്ന വാർഡ് 73-ലും അവരുടെ സ്വന്തം പോളിംഗ് ബൂത്തിലും BJP-യാണ് മുന്നിലെത്തിയത്. ഈ വാർഡിൽ സുവേന്ദു അധികാരിക്ക് 8,932 വോട്ടുകൾ ലഭിച്ചപ്പോൾ മമതയ്ക്ക് 4,284 വോട്ടുകൾ മാത്രമേ നേടാനായുള്ളൂ. കുടുംബ വീട് നിലനിൽക്കുന്ന വാർഡിൽ BJP സ്ഥാനാർത്ഥിക്ക് 697 വോട്ടുകൾ ലഭിച്ചപ്പോൾ മമതാ ബാനർജിക്ക് കേവലം 132 വോട്ടുകൾ മാത്രമാണ് കിട്ടിയത്. മറ്റൊരു പ്രധാന ബൂത്തായ ബൂത്ത് 227-ൽ 2021 മമതയ്ക്ക് 326 വോട്ടുകൾ ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇത്തവണ വെറും 12 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. ഇവിടെ BJP-ക്ക് 287 വോട്ടുകൾ കിട്ടി. മണ്ഡലത്തിലെ ആകെ 267 പോളിംഗ് ബൂത്തുകളിൽ 207 എണ്ണത്തിലും BJP സ്ഥാനാർത്ഥിയാണ് ലീഡ് ചെയ്യുന്നത്.
2021 ഉപതെരഞ്ഞെടുപ്പിൽ മമത 58,832 വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തിന് ജയിച്ച മണ്ഡലമാണിത്. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തൃണമൂലിന്റെ ലീഡ് 8,297 കുറഞ്ഞിരുന്നു. മുസ്ലിം വോട്ടർമാർക്കിടയിൽ മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഏകപക്ഷീയമായ സ്വാധീനം നഷ്ടപ്പെട്ടു. മുസ്ലിം വോട്ടുകൾ വിവിധ പാർട്ടികൾക്കിടയിൽ ഭിന്നിച്ചുപോയി. തൃണമൂലിന് മാത്രം ലഭിച്ചിരുന്ന മുസ്ലിം വോട്ടുകൾ ഇത്തവണ കോൺഗ്രസ്, CPM, ISF, ഹുമയൂൺ കബീറിന്റെ ആം ജനത ഉനയൻ പാർട്ടി എന്നിവരിലേക്ക് വിഭജിക്കപ്പെട്ടു. മുസ്ലിം ജനസംഖ്യ 50%-ലധികമുള്ള 3 ജില്ലകളാണ് ബംഗാളിലുള്ളത്. മുർഷിദാബാദ്, മാൽഡ, ഉത്തർ ദിനാജ്പൂർ എന്നിവയാണവ. ഇവിടെ ആകെ 43 നിയമസഭാ സീറ്റുകളാണുള്ളത്. 2021 തിരഞ്ഞെടുപ്പിൽ ഈ 43 സീറ്റുകളിൽ BJPക്ക് 8 സീറ്റുകൾ മാത്രമാണ് കിട്ടിയിരുന്നത്. തൃണമൂലിന് 35 സീറ്റുകളും നേടി. എന്നാൽ ഇത്തവണ BJP ഈ 3 ജില്ലകളിൽ നിന്നായി 18 സീറ്റുകൾ നേടി വലിയ മുന്നേറ്റം നടത്തി. തൃണമൂലിന്റെ സീറ്റുകൾ 20 ചുരുങ്ങുകയും ചെയ്തു. അതായത് സോഷ്യൽ എഞ്ചിനീയറിംഗ് കൊണ്ട് ജയിച്ചു കയറാം എന്ന മമതയുടെ തന്ത്രം ആട്ടപാട്ടലും പൊളിഞ്ഞു. സമാനതകളില്ലാത്ത ഗുണ്ടായിസമായിരുന്നു ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രത്യേകത. അത് അവർ CPMൽ നിന്ന് പഠിച്ചതാണ്. CPM നേതാവ് സുഭാഷ് ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ബൈക്ക് ബ്രിഗേഡും ഹർമത് വാഹിനി എന്ന യുവാക്കളുടെ കൊലവരി സംഘവും കാലമൊരുക്കി അയച്ചത് ആയിരങ്ങളെയാണ്. എന്നാൽ CPMന് അധികാരം പോയതോടെ ഈ ഗുണ്ടാ സംഘങ്ങൾ ഒന്നടങ്കം തൃണമൂലിലേക്ക് മാറി. പിന്നെ അവരുടെ ഭരണമായി. ഒരു പ്രശ്നമുണ്ടായാൽ ബൈക്ക് ബ്രിഗേഡ് നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ എത്തി അടിച്ചു നിരത്തി കളയും. ഓരോ തിരഞ്ഞെടുപ്പിലും നിരവധി മരണങ്ങളുണ്ടായി. സമാധാനപരമായ പോളിംഗ് ഒരിക്കലും തൃണമൂൽ അനുവദിച്ചിരുന്നില്ല. CPM കാലത്തെന്ന പോലെ തങ്ങളുടെ വോട്ട് അതിരാവിലെ തന്നെ പോൾ ചെയ്ത ശേഷം ഉച്ചയ്ക്ക് ശേഷം അക്രമം അഴിച്ചുവിട്ട് വോട്ടർമാരെ അകറ്റുക എന്നതായിരുന്നു ടീം മമതയുടെയും തന്ത്രം. ദീദിയുടെ മരുമകനും ബംഗാളിലെ സഞ്ജയ് ഗാന്ധി എന്നറിയപ്പെടുന്ന അഭിഷേക് ബാനർജിയാണ് ഈ ഹീനകൃത്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്നത്. യോഗി ആദിത്യനാഥിന്റെ അടുത്തയാളായി അറിയപ്പെടുന്ന 200ഓളം എൻകൗണ്ടറുകൾ നടത്തിയ UPയിലെ സിംഹം എന്ന് വിളിപ്പേരുള്ള അജയ് പാൽ ശർമ്മ എന്ന IPS ഓഫീസറെ പ്രശ്നബാധിത മേഖലകളിൽ ഡ്യൂട്ടി കിട്ടാണ് ഇത്തവണ ഇലക്ഷൻ കമ്മീഷൻ ഫെയർ ഇലക്ഷൻ ഉറപ്പാക്കിയത്. പ്രാദേശിക തലത്തിൽ തൃണമൂൽ ഗുണ്ടകളായിരുന്നു എല്ലാ കാര്യവും നിയന്ത്രിച്ചിരുന്നത്. CPM കാലത്തെ കട്ട്മണി എന്ന കമ്മീഷൻ പരിപാടി അവർ തുടർന്നു. ഒപ്പം ബംഗ്ലാദേശിലേക്കുള്ള കാലിക്കടത്ത്, കോഴിക്കടത്ത്, പെട്രോൾ കടത്ത്, കൽക്കരിക്കടത്ത് എന്നിവയും നിർബാധം തുടർന്നു. ഇപ്പോൾ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP ഭരണം വന്നതോടെ ഈ ഗുണ്ടകൾ നാടുവിട്ടിരിക്കുകയാണ്. പലരും അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോയി, ചിലർ ബംഗ്ലാദേശിലേക്ക് തന്നെ മുങ്ങി. സന്ദേശ് ബാലിയിൽ പാർട്ടി ഓഫീസുകളിലേക്ക് വിളിച്ചു വരുത്തി ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത തൃണമൂൽ ഗുണ്ടകൾ കൂട്ടത്തോടെ മുങ്ങിയിരിക്കുകയാണെന്നും ബംഗാൾ മാധ്യമങ്ങൾ പറയുന്നു. അതുപോലെ ചെറുതും വലുതുമായ ഒരുപാട് ഇസ്ലാമിക സംഘടനകളും ബംഗാളിൽ അഴിഞ്ഞാടിയിരുന്നു. മുർഷിദാബാദ്, മാൽഡ എന്നിങ്ങനെയുള്ള മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളിൽ പലതവണ ഹിന്ദു സമൂഹം ആക്രമിക്കപ്പെട്ടു. ജനിച്ച നാട് വിട്ടുപോകാൻ അവർ നിർബന്ധിതരുമായി. അപ്പോഴൊന്നും മമത ഒരു നടപടിയും എടുത്തിരുന്നില്ല. സകല മേഖലകളിലും ഇസ്ലാമിസ്റ്റുകൾ ഇടപെട്ടു. പശ്ചിമ ബംഗാൾ ഉറുദു സാഹിത്യ അക്കാദമി 2025 ഓഗസ്റ്റ് മാസത്തിൽ ഒരു ഉറുദു മഹോത്സവത്തിൽ ഹിന്ദി സിനിമയും ഉറുദുവും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുവാൻ ക്ഷണിക്കപ്പെട്ട സുപ്രസിദ്ധ കവിയും ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായ ജാവേദ് അക്തറിനെ കൊൽക്കത്തയിൽ കാലുകുത്താൻ ഇസ്ലാമിസ്റ്റുകൾ അനുവദിച്ചില്ല. സംഘപരിവാറിന്റെ കടുത്ത വിമർശകനും കറതീർന്ന മതേതര മനുഷ്യനുമായ ജാവേദ് അക്തറിനെതിരെ രംഗത്ത് വന്നത് വിശ്വ ഹിന്ദു പരിഷത്തോ ബജ്രംഗദളോ ഒന്നും ആയിരുന്നില്ല. അവിശ്വാസിയായ യുക്തിവാദിയായ ജാവേദ് അക്തറിനെ ഉറുദു ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് ആക്രോശിച്ചിറങ്ങിയത് ജമാഅത്തെ ഉലമ ഇ ഹിന്ദ് എന്നൊരു ഇസ്ലാമിക സംഘടനയായിരുന്നു. മതജീവികളുടെ വീര്യവും വീറും ആക്രമണോത്സുകതയും കണ്ട് മമത സർക്കാർ ഭയന്നു. ജാവേദ് അക്തറിനെ ഒഴിവാക്കാനായി സാഹിത്യ അക്കാദമി ഉറുദു ഫെസ്റ്റിവൽ തന്നെ റദ്ദാക്കി. 30% ജനസംഖ്യയുണ്ടെന്ന് കാട്ടി ബംഗാളിലെ ഭരണകൂടങ്ങളെ വിറപ്പിക്കുകയായിരുന്നു ഇസ്ലാമിക മതമൗലികവാദികൾ ചെയ്തിരുന്നത്. മുർഷിദാബാദ്, മാൽഡ തുടങ്ങിയ ജില്ലകൾ സമ്പൂർണ്ണമായി ഇസ്ലാമിസ്റ്റുകളുടെ നിയന്ത്രണത്തിലായിരുന്നു. ഹിന്ദു വോട്ടർമാരിൽ നിന്ന് തിരിച്ചടി ഭയന്ന് ക്ഷേത്രങ്ങൾക്കും പൂജകൾക്കും സർക്കാർ ഖജനാവിൽ നിന്ന് പണം വാരിക്കോരി പ്രീണിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അടിത്തട്ടിൽ തൃണമൂൽ ലേബലിൽ ഇസ്ലാമിസ്റ്റുകളുടെ അഴിഞ്ഞാട്ടത്തിനും അക്രമങ്ങൾക്കുമെതിരെ ഭൂരിപക്ഷ സമുദായത്തിന്റെ ഉള്ളിൽ പ്രതിഷേധം പൊകഞ്ഞു തുടങ്ങിയിരുന്നു. അതാണ് മമതയ്ക്കെതിരെ വോട്ടായത്. ഇപ്പോൾ സുവേന്ദു ഭരണം വന്നതോടെ ഇത്തരം സംഘടനകൾ ഒതുങ്ങിയിരിക്കുകയാണ്. അതുപോലെ കുടിയേറ്റക്കാരായിരുന്നു മമതയുടെ തുറുപ്പുചീട്ട്. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം പ്രോത്സാഹിപ്പിച്ച മമതയും തൃണമൂലും എല്ലാവർക്കും ആധാറും ഇലക്ഷൻ ഐഡിയും റേഷൻ കാർഡും റെഡിയാക്കി കൊടുത്തു. സുപ്രീം കോടതി വിമർശിച്ചിട്ട് പോലും ബംഗ്ലാദേശ് അതിർത്തിയിൽ വേലി കെട്ടാനുള്ള ഭൂമി എടുത്തു കൊടുത്തില്ല. പക്ഷേ ഇതിലും ധീരമായ നടപടിയാണ് സുവേന്ദു സർക്കാർ കൈക്കൊണ്ടത്. ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അനധികൃത കുടിയേറ്റം തടയുന്നതിനുമായി പശ്ചിമ ബംഗാൾ സർക്കാർ നിരവധി കർശന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഡിറ്റക്ട്, ഡിലീറ്റ്, ഡീപോർട്ട് എന്ന 3 D ആണ് സുവേന്ദുവിന്റെ നയം. CAA പ്രകാരം പൗരത്വത്തിന് അർഹതയില്ലാത്ത അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി അവരെ അറസ്റ്റ് ചെയ്യാനും BSFന് കൈമാറി നാടുകടത്താനും ലക്ഷ്യമിട്ടുള്ള പുതിയ നയം സുവേന്ദു പ്രഖ്യാപിച്ചു. തടങ്കലിലാകുന്ന അനധികൃത വിദേശികളെ താമസിപ്പിക്കുന്നതിനായി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ പ്രത്യേകം ഹോൾഡിംഗ് സെന്ററുകൾ അഥവാ ഡിറ്റൻഷൻ സെന്ററുകൾ സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് പലയിടങ്ങളിലും ആരംഭിച്ചു കഴിഞ്ഞു.
ബംഗ്ലാദേശ് അതിർത്തിയിലൂടെയുള്ള അനധികൃത കടന്നുകയറ്റവും കള്ളക്കടത്തും പൂർണ്ണമായി തടയുന്നതിനായി 5 അതിർത്തി ജില്ലകളിലായി 27 കിലോമീറ്റർ ഭാഗത്ത് വേലി നിർമ്മിക്കാൻ ഭൂമി കൈമാറാൻ മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. കൂടാതെ BSFനും ഇതിനോടകം ഭൂമി കൈമാറിക്കഴിഞ്ഞു. മദ്രസകൾക്ക് ധനസഹായം നൽകിയതടക്കമുള്ള മതം വെച്ചുള്ള കളിയായിരുന്നു മമതയുടെ മറ്റൊരു ടെക്നിക്. എന്നാൽ BJP സർക്കാർ ഇതും തീർത്തു. സംസ്ഥാനത്ത് മതം അടിസ്ഥാനമാക്കിയുള്ള വെൽഫെയർ സ്കീമുകൾ നിർത്തലാക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ രജിസ്ട്രേഷനുകൾ മദ്രസകൾക്ക് നൽകിയിരുന്ന സാമ്പത്തിക സഹായങ്ങൾ നിർത്തലാക്കാൻ ക്യാബിനറ്റും തീരുമാനിച്ചിട്ടുണ്ട്. കൊൽക്കത്ത, ഹൗറ, അൻസോൾ, വടക്കൻ 24 പർഗനാസ് തുടങ്ങിയ ജില്ലകളിൽ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾക്കും കയ്യേറ്റങ്ങൾക്കുമെതിരെ ബുൾഡോസർ ഉപയോഗിച്ചുള്ള കർശന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമുള്ള സെൻസസ് നടപടികൾ സംസ്ഥാനത്ത് ഉടനടി ആരംഭിക്കാൻ സർക്കാർ അനുമതി നൽകി. ദേശീയ സുരക്ഷയും രാജ്യസ്നേഹവും മുൻനിർത്തിയാണ് തങ്ങൾ ഈ തീരുമാനങ്ങൾ എടുക്കുന്നതെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ഇന്ത്യ വിട്ടുപോയില്ലെങ്കിൽ സർക്കാർ തിരഞ്ഞുപിടിച്ച് തടങ്കൽ പാളയത്തിലേക്ക് മാറ്റുമെന്നും നാടുകടത്തുമെന്നുമാണ് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതിൽ പേടിച്ച് അതിർത്തിയിലേക്ക് ഓടുകയാണ് ജനങ്ങൾ. റോഹിംഗ്യകൾ ഉൾപ്പെടെയുള്ള 386ഓളം ബംഗ്ലാദേശികളെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ ഹോൾഡിംഗ് സെന്ററുകളിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നാണ് ഔദ്യോഗിക രേഖകൾ വ്യക്തമാക്കുന്നത്. ബസിർഹട്ടിലാണ് ഏറ്റവും കൂടുതൽ ആളുകളെ പാർപ്പിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള തെന്തുലിയ, പതേർസാദി, ചാർഗഡ് ഫ്ലഡ് സെന്റർ, മീഡിയ സുഭാഷ് നഗർ ഫ്ലഡ് സെന്റർ എന്നിവിടങ്ങളിലായി 335 പേരെ പാർപ്പിച്ചിട്ടുണ്ട്. ബസിർഹട്ടിൽ തടങ്കലിൽ കഴിയുന്നവരിൽ 148 പുരുഷന്മാരും 99 സ്ത്രീകളും 88 കുട്ടികളും ഉൾപ്പെടുന്നു. ഒരു കാലത്ത് അതിർത്തികൾ എളുപ്പത്തിൽ കടന്നുപോകാൻ സാധിച്ചിരുന്ന വടക്കൻ ബംഗാളിൽ കന്നുകാലി കള്ളക്കടത്തും നുഴഞ്ഞുകയറ്റവും മൂലം ദുരിതം അനുഭവിച്ചിരുന്ന പല ഗ്രാമങ്ങൾക്കും സർക്കാരിന്റെ പുതിയ തീരുമാനം വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. അതിർത്തി ജില്ലകളിൽ സമീപകാല പുരോഗതിയും BSFനും ഭൂമി കൈമാറിയതും തങ്ങളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതായി അതിർത്തിക്ക് സമീപം താമസിക്കുന്ന ഗ്രാമവാസികളും പറയുന്നു. പ്രദേശത്തെ ജനവാസ മേഖലകളിലൂടെയുള്ള കന്നുകാലി കള്ളക്കടത്ത് രൂക്ഷമായതിനെ തുടർന്ന് തന്റെ മക്കളെയും വീടിനെയും സംരക്ഷിക്കാൻ രാത്രികളിൽ ഉറക്കമില്ലാതെ കഴിഞ്ഞുകൂടേണ്ടി വന്നിട്ടുണ്ടെന്ന് ഗ്രാമത്തിലെ താമസക്കാരിൽ ഒരാളായ ശോഭൻ ദേവി പറയുന്നു. മുൻകാലങ്ങളിൽ കന്നുകാലി കള്ളക്കടത്തിനെ കുറിച്ച് പോലീസിൽ പലതവണ പരാതിപ്പെട്ടിരുന്നെങ്കിലും കാര്യമായ പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. BJP അധികാരത്തിലേറിയതിന് പിന്നാലെ ബംഗാളിൽ തൃണമൂലിന്റെ കഷ്ടകാലം ആരംഭിച്ചിരിക്കുകയാണ്. ഏതെല്ലാം തരത്തിൽ നിയമ നടപടി എടുക്കാമോ അതെല്ലാം സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. പല നേതാക്കളും അറസ്റ്റിലാവുകയോ പോലീസ് നിരീക്ഷണത്തിലാവുകയോ ചെയ്തിട്ടുണ്ട്. പല ഗുണ്ടകളെയും ഇതിനോടകം അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് പോലീസ് തെരുവിലൂടെ നടത്തിച്ചു. ഇതിന്റെ വീഡിയോകൾ ഇതിനോടകം സമൂഹമാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിച്ചു കഴിഞ്ഞു. 3 തൃണമൂൽ പ്രവർത്തകരാണ് ഇത്തരത്തിൽ അറസ്റ്റായത്. ഒരു വീഡിയോയിൽ ഒരു പ്രവർത്തകനെ തെരുവിലൂടെ അടിവസ്ത്രത്തിൽ നടത്തുന്നത് കാണാം. രണ്ടാമത്തെ വീഡിയോയിൽ പ്രവർത്തകനെ കയ്യാമം വെച്ച് നടത്തുന്നതും മൂന്നാമത് പ്രചരിക്കുന്ന ഒരു വീഡിയോയിൽ പ്രവർത്തകന്റെ അരയിൽ കയറിട്ട് കെട്ടി നടത്തിക്കൊണ്ടു പോകുന്നതും വ്യക്തമാണ്. പ്രവർത്തകർ തൃണമൂൽ ഗുണ്ടകളാണെന്നാണ് പോലീസ് വിശദീകരണം. ഇവർ നടത്തിയ കുറ്റകൃത്യങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് തെളിവെടുക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ വിശദീകരണം. ഈ പരേഡിനെതിരെ വിമർശനവുമായി തൃണമൂൽ കോൺഗ്രസ് രംഗത്ത് വന്നെങ്കിലും സർക്കാർ അത് മൈൻഡ് ചെയ്യുന്നില്ല. മനുഷ്യത്വ വിരുദ്ധവും മൗലിക അവകാശങ്ങളുടെ ലംഘനമാണ് ഇതെന്നും പോലീസ് സർക്കസ് കളിക്കുകയാണെന്നും പാർട്ടി വിമർശിക്കുന്നു. എന്നാൽ ഈ വിമർശനങ്ങളിൽ സർക്കാർ കുലുങ്ങുന്നില്ല. കേരളത്തിൽ CPMന് BJP ഫാസിസ്റ്റുകളാണ്. പക്ഷേ ബംഗാളിൽ അങ്ങനെയല്ല. ബംഗാളിൽ BJP ഭരണം വന്നതിന് ശേഷമാണ് CPMന് ഫലത്തിൽ പ്രവർത്തന സ്വാതന്ത്ര്യം തിരിച്ചു കിട്ടുന്നത്. മമതാ ബാനർജി പരാജയപ്പെടുകയും ചെയ്തതിന് പിന്നാലെ പശ്ചിമ ബംഗാളിൽ വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന CPM പാർട്ടി ഓഫീസുകൾ വ്യാപകമായി തുറന്നു പ്രവർത്തിക്കുകയാണ്. ദ ടെലിഗ്രാഫ് അടക്കമുള്ള പത്രങ്ങൾ നൽകുന്ന വിവരമനുസരിച്ച് പശ്ചിമ ബംഗാളിലുടനീളം 550-ലധികം പാർട്ടി ഓഫീസുകളാണ് CPM ഇതിനോടകം തിരിച്ചുപിടിച്ച് തുറന്നത്. 2011-ൽ മമതാ ബാനർജി അധികാരത്തിൽ വന്നതിന് ശേഷം തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ബലമായി കയ്യേറിയതോ ആക്രമണ ഭയത്താൽ പൂട്ടിയിട്ടിരുന്നതോ ആയ ഓഫീസുകളാണിവ. തൃണമൂൽ കേഡറുകൾക്ക് മേൽക്കൈ നഷ്ടപ്പെട്ടതോടെ പ്രാദേശിക ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും കൂട്ടായ്മയിലൂടെ ഈ ഓഫീസുകൾ വീണ്ടും ചുവപ്പ് പെയിന്റ് അടിച്ച് തുറക്കുകയായിരുന്നു. തൃണമൂലിന് വലിയ തിരിച്ചടിയുണ്ടായ മാൽഡ, മുർഷിദാബാദ് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ പാർട്ടി ഓഫീസുകൾ തിരിച്ചുപിടിച്ചത്. നാദിയ ജില്ലയിലെ ചക്ദഹ, സൗത്ത് 24 പർഗനാസിലെ ബഡ്ജ്, രാബർഹട്ടിലെ ചോട്ട്ഗന്തി, പശ്ചിമ മെയ്ദിനിപൂരിലെ കങ്കപതി തുടങ്ങിയ പ്രദേശങ്ങളിൽ 10 മുതൽ 15 വർഷം വരെ പൂട്ടിക്കിടന്ന പ്രമുഖ ഓഫീസുകൾ തുറന്നു കഴിഞ്ഞു. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു പാർലമെന്ററി മുന്നേറ്റം നടത്താൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. മുർഷിദാബാദിലെ ദോംഗൽ മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥി മുഹമ്മദ് മുസ്തഫിജുർ റഹ്മാൻ മികച്ച വിജയമായിരുന്നു നേടിയിരുന്നത്. ഇത് മാത്രമാണ് ഏക ആശ്വാസം. നേരത്തെ ഒറ്റ MPയെയോ MLAയോ ജയിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ സംപൂജിതരായിരുന്നു CPM. ഇപ്പോൾ തൃണമൂലിന്റെ ഭയം ഇല്ലാതായതോടെ താഴെത്തട്ടിൽ പാർട്ടി സംവിധാനങ്ങൾ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുമെന്നാണ് CPM കരുതുന്നത്.